भूखी मर जाऊंगी लेकिन बीफ नहीं खाऊंगी। എന്താണോ ദൈവമേ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? നിങ്ങളിത് കണ്ടു കാണും. കേരള സ്റ്റോറി പാർട്ട് 2 ട്രെയിലർ. ഞാൻ അതിൻ്റെ ട്രെയിലർ ഫുള്ള് കണ്ടു കേട്ടോ. എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്ത ഒരേ ഒരു കാര്യം, അതിനകത്ത് എവിടാണ് കേരളം എന്നത്. പിന്നെ രണ്ടാമത്തെ സംശയം, കേരളത്തിലുള്ളവർ എന്നു മുതലാണ് ഹിന്ദി മാതൃഭാഷയായിട്ട് സ്വീകരിച്ചതെന്നുള്ളതാണ്. കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് മലയാളത്തിലെങ്കിലും ആ സിനിമ ഇറക്കാനുള്ള ഒരു എഫേർട്ട് അവരെടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെതായിട്ടുള്ള ഒന്നും തന്നെ അതിനകത്ത് കാണാനില്ല എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്ത. പിന്നെ എന്തിനാണാവോ ഇതിന് കേരള സ്റ്റോറി എന്ന് പേരിട്ടത്? ശരിക്കും അതിന് യഥാർത്ഥത്തിൽ പേരിടേണ്ടത് കേരള സ്റ്റോറി എന്നായിരുന്നില്ല, നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്നാണ്. കേരള സ്റ്റോറി പാർട്ട് 1 ആ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിൽ അതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടാകും. ആ സിനിമയിൽ മെൻഷൻ ചെയ്യുന്ന ഇൻസിഡൻറ്റ് അത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ മാത്രമാണോ അത്തരം ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുള്ളത്? അല്ല. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങോളം ഇങ്ങോളം ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത്. അതിനു പകരം ആ ഒരു ഇൻസിഡൻറ്റ് മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്തു കാണിച്ച് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് പേര് വിട്ട് കേരളത്തെ ഇങ്ങനെ അപമാനിക്കുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ആ യഥാർത്ഥ കാരണം ഞാനിപ്പോൾ കാണിച്ചു തരാം. അസർ നമസ്കാരത്തിനൊപ്പം തെയ്യത്തിന്റെ അനുഗ്രഹവും പ്രപഞ്ചത്തിന്റെ ഇതിനൊരു സാക്ഷി കൂടാണ്. നിങ്ങളുടെ പേരും പ്രശസ്തിയും എന്റെ താളത്തിന് ആധാരമായിട്ടാണ്. എല്ലാവരും നാട്ടിൽ അങ്ങനെ ഒരു വേർതിരിവ് ഒന്നുമില്ല. എല്ലാം എല്ലാവരും ഒറ്റക്കെട്ടായി പള്ളിയിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും അമ്പലക്കാരും അതേമാതിരി അമ്പലത്തിൽ പരിപാടിയും പള്ളി കമ്മിറ്റിക്കാരും സൗഹാർദ്ദപരമായിട്ട് എല്ലാ കാര്യത്തിലും ഒത്തൊരുമയോട് കൂടിയാണ് ജീവിച്ചു. നബിയെന്നും മലയില് പാടുന്ന മഹാദേവൻ പൊന്മല പാടുന്ന മുത്തപ്പലൊന്നും വെറുതെരിവില്ല. നിങ്ങൾക്കുണ്ടാ വേറെയൊന്നുമല്ല. ഇങ്ങതാ നിങ്ങളെ തോന്നിയ ഞാൻ കർമ്മം കൊണ്ടും എന്റെ ജാതി കൊണ്ടും മതം കൊണ്ടും ഞാൻ വേറെയാന്ന് മുത്തപ്പന്ന് തോന്നിപ്പോയാ. നിനക്ക് നിന്റെ ജീവിതത്തിൽ അങ്ങനെ തോന്നിയാലും എന്റെ മുന്നിൽ അങ്ങനെ പറയില്ല. ആണോ? മുത്തപ്പനെ കണ്ടുവാ സന്തോഷമായ എന്നാ പറയാനുള്ളത് മുത്തപ്പനോട്? കണ്ടില്ലേ, നമ്മുടെയൊക്കെ മനസ്സ് നിറച്ചൊരു കാഴ്ചയാണ്. ഇത്തരം കാഴ്ചകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡെയിലി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പണ്ട് നമ്മൾ ധാരാളം ഇത്തരം കാഴ്ചകൾ കണ്ടു വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ വൈരാഗ്യത്തിൻ്റെ ബോണ്ടല്ല ഉള്ളത്. നമ്മുടെ ഇടയിൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്ന കുഞ്ഞുനാളി മുതലേ നമ്മൾ കണ്ടു വളർന്ന ഒരു സൗഹൃദത്തിൻ്റെ ബോണ്ടുണ്ട്. മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അതിർവരമ്പുകൾ ലംഘിച്ച് നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത ഒരു ബോണ്ട്. ആ ബോണ്ട് തകർക്കാൻ വേണ്ടിയിട്ടാണ് മനഃപൂർവ്വം കേരളത്തെ ടാർഗറ്റ് ചെയ്തിട്ട് ഇത്തരം കഥകൾ ഇറക്കുന്നത്. അപ്പോൾ ഇത്തരം കഥകൾ ഇറക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് വൈരാഗ്യത്തിൻ്റെ കഥകൾ ആവശ്യമില്ല. ഞങ്ങൾക്ക് പറയാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും ഒരുപാട് സ്നേഹത്തിൻ്റെ കഥകളുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് കേരളത്തെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വേട്ടയാടിയപ്പോഴും കേരളത്തിൽ ഇപ്പോൾ ഒരു 2020 ശേഷം അല്ലെങ്കിൽ 2019 ശേഷം കേരളത്തിൻ്റെ ഇത് കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് നാച്ചുറൽ കെലാമിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും ഒത്തിരി കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ കേരളീയർ അതിജീവിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും വേർതിരിഞ്ഞ് നിന്നിട്ടല്ല അതിജീവിച്ചത്. ഒറ്റക്കെട്ടായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും തലയുയർത്തി സംസാരിക്കാൻ കേരളീയർ ഇവിടെ ബാക്കിയായത്. ഇപ്പോഴും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ ബാക്കിയായതിൻ്റെ കാര്യം ഇവിടെയുള്ള ജനങ്ങളാണ്. പരസ്പരമുള്ള സ്നേഹമാണ്, കരുതലാണ്. ആ സ്നേഹത്തിനെയും കരുതലിനെയും തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഊളക്കഥകൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ബെറ്റർ എന്താണെന്നറിയാമോ? ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്നാക്കുക. കാരണം ഒത്തൊരുമ ആവശ്യമുള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിലാണ് ഒത്തൊരുമകൾ ആവശ്യമായിട്ടുള്ളത്. അവിടെയാണ് മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് പരസ്പരം വേട്ടയാടലുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
പിന്നെ ഇതിനകത്ത് ആദ്യം കാണിച്ചേക്കുന്ന ആ ഒരു ക്ലിപ്പിലുള്ളത് ബീഫ്. ഓക്കെ, ബീഫ് എന്ന് പറയുന്നത് ചില ആൾക്കാർ കഴിക്കുന്നില്ല. ഇപ്പം ഹിന്ദുക്കളിൽ എല്ലാവരും ബീഫ് കഴിക്കാതിരിക്കുന്നൊന്നുമില്ല, മിക്ക ഹിന്ദുക്കളും ബീഫ് കഴിക്കുന്നവരാണ്. അതായത് ഹിന്ദുക്കളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഹിന്ദുക്കളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ എല്ലാ ഹിന്ദുക്കളും ബീഫ് കഴിക്കാതെ ഇരിക്കണമല്ലോ. പണ്ട് കാലത്ത് ഈ ഋഗ്വേദത്തിലും അഥർവേദത്തിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബീഫ് കഴിക്കുന്ന ആൾക്കാരെ അതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുക്കളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല ബീഫ് കഴിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് വിശ്വാസമുണ്ട് ബീഫ് കഴിക്കരുത് എന്നുള്ളത്. അവരുടെ വിശ്വാസം അവർ ഫോളോ ചെയ്തോട്ടെ. ഈ ഭക്ഷണം എന്ന് പറയുന്നത് അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റാണ്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള റൈറ്റാണ്. അതിനകത്ത് കൈകടത്താൻ മറ്റൊരുവിന് അവകാശമില്ല. അതിപ്പോൾ ഗവൺമെൻറ് ആയിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ആർക്കും തന്നെ അതിനകത്ത് കൈകടത്താനുള്ള അവകാശമില്ല. നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്നത്, അതോടൊപ്പം മറ്റുള്ളവരുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും ഒക്കെ ബഹുമാനിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള മനുഷ്യനായി മാറുന്നത്, നമ്മൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയായി മാറുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ ആഗ്രഹമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കണ്ട. മറ്റൊരാളെ എന്തിനാണ് പ്രേരിപ്പിക്കുന്നത്? മറ്റൊരാളോട് എന്തിനാണ് കഴിക്കരുത് എന്ന് പറയുന്നത്? അപ്പോൾ അത് തെറ്റല്ലേ? തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഊന്നിക്കാണിച്ച് ഇങ്ങനെ ഒരു സിനിമ ഇറക്കിയത് കൊണ്ട് എന്ത് നേട്ടമാണ് ഇവരാഗ്രഹിക്കുന്നത്? ഇവരാഗ്രഹിക്കുന്നത് ഒരേ ഒരു നേട്ടമാണ്. ഇവിടെ നിലനിൽക്കുന്ന ഈ ഒരു സൗഹൃദം, മതസൗഹാർദ്ദം എന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ നിലനിൽക്കുന്ന ഈ ഒരു സൗഹൃദം, മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അതിർവരമ്പുകൾ ലംഘിച്ച് നമ്മൾ കാലാകാലമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ഒരു സൗഹൃദവും സ്നേഹവും എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലാതെയാക്കി സ്നേഹത്തിന് പകരം വൈരാഗ്യം മനസ്സിൽ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ട് പതിയെ അതിന് സാധിക്കത്തുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ ഇവിടേക്ക് പലരുടെയും ഒരു നുഴഞ്ഞുകയറ്റ സാധ്യമാകുകയുള്ളൂ. നമ്മൾ പണ്ട് ധാരാളമായിട്ട് സ്നേഹത്തിൻ്റെ കഥകൾ മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. കാരണം നമ്മൾ തിങ്ങിപ്പാർക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം പള്ളി, തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ ക്രിസ്ത്യൻ പള്ളി, ഇപ്പുറത്ത് അമ്പലം, അങ്ങനെ 3 കാര്യവും ഒന്നിച്ച് നിലനിൽക്കുന്ന മുക്കുകളും ജനിച്ചിലുകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെയുള്ള ജനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അമ്പലത്തിലെ ഉത്സവം വരുമ്പോൾ എല്ലാവർക്കും ഉത്സവമാണ്, പള്ളിയിൽ ഉത്സവം വരുമ്പോൾ എല്ലാവർക്കും ഉത്സവമാണ്, പള്ളിയിൽ പെരുന്നാൾ വരുമ്പോൾ എല്ലാവർക്കും പെരുന്നാളാണ്. അങ്ങനെ ജീവിച്ചവരാണ് നമ്മൾ. നമുക്കതുകൊണ്ട് സ്നേഹത്തിൻ്റെ കഥകൾ മാത്രം മതി. അപ്പോൾ നമ്മളുടെ ഇടയിൽ വൈരാഗ്യം കുത്തി നിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ ഉള്ളിൽ വൈരാഗ്യം കുത്തി നിറയ്ക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് മാത്രമാണ് ഇത്തരം കഥകൾ കേരളത്തിൽ ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കഥകളൊന്നും ആവശ്യമില്ല. പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളല്ല കേരളത്തിലുള്ളത്. മതത്തിൻ്റെ പേര് പറഞ്ഞ് വലിയ രീതിയിലുള്ള പെരുപ്പിച്ച് കാണിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ കേരളത്തിലില്ല. കാരണം നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതൊക്കെ പരിഹരിച്ചങ്ങ് വിടും. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരിഹരിച്ചങ്ങ് വിടും. എന്നാൽ ഇവിടെയുള്ള പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വലിയ തീക്കനലാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരം സിനിമകൾ. അത് നമ്മൾ തിരിച്ചറിയണം. പിന്നെ ഞാൻ ആദ്യം ഒരു ക്ലിപ്പ് കാണിച്ചല്ലോ, മുത്തപ്പൻ്റെ അടുത്ത് ഒരു സഹോദരി നിൽക്കുന്നത്, ഒരു മുസ്ലിം സഹോദരി നിൽക്കുന്ന ക്ലിപ്പ്. അത് 3 വർഷം മുമ്പുള്ളതാണ്. എന്നാൽ ഇപ്പോഴും അത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നുണ്ട്. അത് ഇല്ലാതെയാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. ആ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം സിനിമകൾ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതിനെയൊക്കെ അകറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഉള്ളിലെ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ അതേപോലെ നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ട് ഇത്തരം വെറുപ്പുകളുടെ കഥകളെ നമ്മൾ അകറ്റി നിർത്താൻ തയ്യാറാകണം.